ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിക്യൂക്ക് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫാസ്റ്റിംഗ് ചെയ്യുന്നവർക്കും വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയുമായിട്ടാണ്. ഇത് തയ്യാറാക്കാനായിട്ട് കുക്കിംഗ് ഒന്നും തന്നെ ആവശ്യമില്ല. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അത്താഴത്തിനോ കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ റോൾഡ് ഓട്സ് ഇട്ട് കൊടുക്കാം. ഓട്സ് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കുക്ക് ചെയ്യാതെ തന്നെ കഴിക്കുന്നതാണ് നല്ലത്. ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്ന ഓട്സ് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് അധികം പുളിയില്ലാത്ത തൈരാണ്. തൈരിൽ ധാരാളം പ്രോബയോട്ടിക് ബാക്ടീരിയ ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഗട്ട് ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ചിയ സീഡ്സ് ആണ്. 1 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് ആണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. ധാരാളം ഫൈബറും ഒമേഗ 3 ഫാറ്റി ആസിഡ്സും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിരിക്കുന്ന ചിയ സീഡ്സ് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ്. ഫൈബറും ഒമേഗ 3 ഫാറ്റി ആസിഡ്സും ഒക്കെ ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ബിപിയും കൊളസ്ട്രോളും ഒക്കെ കുറയാനായിട്ട് ചിയ സീഡ്സ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയാരോഗ്യത്തിൻ്റെ സംരക്ഷണത്തിനായിട്ട് ചിയ സീഡ്സ് ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിയ സീഡ്സ് കുതിരാനായിട്ട് ഇത് മാറ്റി വയ്ക്കണം. ഞാനിത് അടച്ച് വയ്ക്കുകയാണ്. അടച്ച് ഫ്രിഡ്ജിലേക്കാണ് വെക്കുന്നത്. രാത്രിയാണ് ഞാനിത് മിക്സ് ചെയ്ത് വെക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഞാനിത് കഴിക്കുന്നത്. അപ്പോൾ രാവിലെ കഴിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഞാനിത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ചിയ സീഡ്സ് നന്നായിട്ട് തന്നെ കുതിർന്നിട്ടുണ്ട്, കണ്ടില്ലേ. ചിയ സീഡ്സ് ധാരാളം വെള്ളം അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്ന സമയത്ത് ധാരാളം വെള്ളം കുടിക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർക്കാനുണ്ട്. ഞാനിതിലേക്ക് 2 നുള്ള് ഉപ്പ് ചേർക്കുകയാണ്. ഒന്നുകിൽ ഉപ്പ് ചേർത്ത് കഴിക്കാം, ഇല്ലെങ്കിൽ ഫ്രൂട്ട്സ് ചേർത്തിട്ടോ ഇല്ലെങ്കിൽ കുറച്ച് തേൻ ചേർത്തിട്ടോ ഇത് കഴിക്കാവുന്നതാണ്. ഉപ്പ് ചേർത്ത് കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇത് കുറച്ച് തിക്കായിട്ടാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് ലൂസാക്കി എടുക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഉറുമാമ്പഴമാണ്, പോമഗ്രാനൈറ്റ്. ഇടയ്ക്ക് ഈ മധുരം കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. മാത്രമല്ല ഇത് അയൺ ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ്. ദിവസവും കഴിക്കുന്നത് നമ്മുടെ ഹീമോഗ്ലോബിൻ കൂടാനും ഇമ്മ്യൂണിറ്റി കൂടാനും ഒക്കെ ഒരുപാട് നല്ലതാണ്. 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് നട്ട്സാണ് ചേർക്കുന്നത്. ഒക്കെ കുറേശ്ശെ മതി. കുറച്ച് പിസ്ത ചേർത്തിട്ടുണ്ട്. കുറച്ച് ക്രഷ് ചെയ്ത കാഷ്യൂ കൂടി ചേർക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത് അത് കുറേശ്ശെ ചേർക്കാവുന്നതാണ്. ബദാമോ വാൾനട്ടോ വറുത്ത കടലയോ ഏതായാലും മതി. എല്ലാം കൂടി ഒരു ദിവസം തന്നെ ചേർത്ത് കഴിക്കണമെന്നില്ല. ഓരോ ദിവസവും മാറി മാറി ചേർത്ത് കഴിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഫ്രൂട്ട്സും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ദിവസവും മാറ്റി മാറ്റി ചേർത്ത് ടേസ്റ്റ് മാറ്റി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വയറിൻ്റെ ഭാഗത്തുള്ള കൊഴുപ്പ് കുറഞ്ഞ് വയറ് കുറയാനായിട്ട് ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ചിയ സീഡ്സ്. ഓട്സും ചിയ സീഡ്സും ഇതുപോലെ റെഗുലറായിട്ട് കുറച്ച് ദിവസം കഴിച്ചു നോക്കൂ. നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ്. വളരെ സിമ്പിളല്ലേ റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു ഹെൽത്ത് റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.